നിങ്ങളോ? എന്താ നിങ്ങളൊന്ന് ചോദിക്കുന്നേ? സ്നേഹത്തോടെ സുമാന്ന് വിളിക്കൂ. അറ്റ്ലീസ്റ്റ് നീ എന്തെങ്കിലും വിളിച്ചൂടെ? എന്താ രാജ, നിങ്ങൾ കുടിക്കുന്നോ? നിങ്ങളുടെ പാർവതിയായ ഞാൻ കൂടെ ഉള്ളപ്പോ ഇങ്ങനെ ദേവദാസ് ആവാമോ? നീ പാർവതിയും ഞാൻ ദേവദാസുവോ? ഇതല്പം ഓവറായി തോന്നുന്നില്ലേ? പട്ടിയെയും വളർത്തുന്നുണ്ടല്ലേ? എവിടെ എവിടെ പോയി? നീ വന്നല്ലോ, ഇനി പട്ടി എന്തിനാ? അത് അപ്പോ ഞാൻ നിങ്ങൾക്ക് പട്ടിയാണല്ലേ? ചേച്ചേ, നീയുള്ളപ്പോ ഞാൻ എന്തിനു പട്ടിയെ വളർത്തണം? ഞാൻ എന്തിനു ദേവദാസ് ആവണം? പിന്നെ എന്തിനാ രാജ കുടിക്കുന്നേ? ഇത് പ്രേമത്തിന് വേണ്ടിയല്ല, പ്രതികാരത്തിന് വേണ്ടിയാ. ഉടൻ തന്നെ അബിയോടും വസുവിനോടും പ്രതികാരം ചെയ്യണം. പ്രതികാരമൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. സ്റ്റേഷനിൽ നിന്ന് എന്ത് കഴിച്ചിരുന്നോ എന്തോ. ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിച്ച് വിശപ്പ് തീർക്കാൻ നോക്ക്. ഇപ്പൊ വേണ്ട, പിന്നീട് ഞാൻ കഴിച്ചോളാം. ഡാർലിംഗ് വിളിക്കൂ, അല്ലെങ്കിൽ ടിയർന്ന് വിളിക്കൂ. ഹണി എന്നെ സ്നേഹത്തോട് വിളിക്കൂ രാജാ. ഓ, ഈ ടോർച്ചറിനേക്കാൾ ഞാൻ ജയിലിൽ കഴിയുന്നതായിരുന്നു നല്ലത്. എന്താ രാജ ആലോചിക്കുന്നേ? ഒന്നുമില്ല, പെഗ് കഴിച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചോളാം. ഒരുപാടൊന്നും കുടിക്കില്ലേ രാജ, നിങ്ങളുടെ ഹെൽത്തിന് അത് മോശമാ. അബിയും വസുവിനെയും കൊന്നതിന് ശേഷം ഞാൻ കൂടി നിർത്തിക്കൊള്ളാം. പ്രോമിസ്? സത്യായിട്ടും? എന്റെ കയ്യിൽ കൈവച്ച് സത്യം. ഏത് വീട്ടിലേക്ക്? അബിയുടെ വീട്ടിലേക്ക്. എന്തിന്? നമുക്ക് കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് പോവാം. അതിനല്ല, എങ്ങനെയെങ്കിലും എന്നെ ആ വീട്ടിലൊരു ജോലിക്കെടുക്ക്. അബിയെയും വസൂരിയെയും കൊന്ന ശേഷം നമ്മുടെ കല്യാണം. സത്യാണോ രാജ? സത്യം. അങ്ങനെയാണെങ്കിൽ രാജ, നാളെ തന്നെ നിങ്ങളെ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാം, ജോലിയിലും ചേർക്കാം. പക്ഷേ നിങ്ങൾ ആ വീട്ടിൽ എല്ലാവർക്കും അറിയാലോ, എങ്ങനെ അവിടെ പോകും? വേഷം മാറി ഞാൻ അവിടെ വരും. ആ ഐഡിയ സൂപ്പർ ആയിരിക്കും രാജ. നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്താണെങ്കിൽ ഹാപ്പി ആയിട്ട് കഴിയാം. ആ വീട്ടില് കാർത്തികയുണ്ട്, നിങ്ങൾ അവളുടെ അടുത്തേക്കൊന്നും പോരുത്. കാർത്തികയെ ഞാൻ എപ്പോഴേ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതെ അതെ, നിങ്ങളെ മനസ്സിൽ മുഴുവൻ ഞാനുള്ളപ്പോ കാർത്തികയ്ക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ല. ശരി രാജ, വേഗം കുടിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് കിടന്നോ. നാളെ രാവിലെ വീട്ടിലേക്ക് വന്നോ, ഞാൻ ജോലി വാങ്ങിച്ചു തരാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എടാ അബി, എടി വസു, നിങ്ങളുടെ സ്ഥലത്ത് ഞാൻ വരുന്നു. നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാനാ ഞാൻ വരുന്നത്. രണ്ടുപേരും റെഡിയായിട്ടിരുന്നോ? അഖിൽ, ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഈ ടാബ്ലറ്റ് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നില്ലേ? കഴിക്ക്. ഉണ്ണി, പാല് എടുത്തോ. കുറച്ചു നേരം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാം. കഴിച്ചു കഴിഞ്ഞ്
കാലിൽ ഓയിൽ മസാജ് ചെയ്ത് കുറച്ചു നേരം നടക്കാൻ ശ്രമിക്കാം. ശരി എടുത്തി. അതിനിടയ്ക്ക് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയൂ. ഞാൻ പറയാം. എന്താടി അഖിലിന്റെ ആവശ്യങ്ങളെല്ലാം നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വസുവാണല്ലോ ചെയ്യുന്നേ. നിന്റെ ജോലി നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നലെ ഒരുപാട് ചാടിയതല്ലേ, ഇപ്പൊ എന്ത് പറ്റി? നമ്മളൊന്ന് പേടിപ്പിച്ചു നോക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെ പേടിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതെ മോം, എന്റെ കൂടെ മോം ഉള്ളതുകൊണ്ട് വസുവേട്ടത്തി പേടിച്ചു പോയി. എന്താണേലും എന്താ, അഖിലിന്റെ കാര്യങ്ങൾ ഇനി എനിക്ക് നോക്കേണ്ടി വരില്ലല്ലോ. എന്നാ വാ, നമുക്കും അവര് കോഫിയും ടീയും ഒക്കെ തരും. വാ പോവാം. വസു, എന്താ ചേച്ചി? അഖിലിന്റെ കാര്യങ്ങൾ നീ എന്തിനാ നോക്കുന്നത്? കാർത്തികയല്ലേ ചെയ്യേണ്ടത്? ഞാൻ വെറുതെ ഒന്നും അല്ല അഖിലിനെ സഹായിക്കുന്നത് ചേച്ചി. ഒരു പ്ലാനോട് കൂടിയാ ഞാൻ എല്ലാം ചെയ്യുന്നേ. എന്ത് പ്ലാനാ മോളെ? കാർത്തികയ്ക്ക് ജീവനാംശം കിട്ടാതിരിക്കാനുള്ള ഒരു പ്ലാനാ. ഓ, നീ അഖിലിന് എല്ലാ സഹായം ചെയ്താ കാർത്തികയ്ക്ക് എങ്ങനെയാ ജീവനാംശം കിട്ടാതിരിക്കുന്നത്? സിമ്പിളാ ചേച്ചി. കോർട്ടിൽ എന്താ പറഞ്ഞത്? ഈ ഒരു മാസത്തേക്ക് കാർത്തിക അഖിലിനെ നോക്കിക്കോളണമെന്നല്ലേ. എന്നിട്ടും അഖിൽ എഴുന്നേറ്റ് നടന്നില്ല എങ്കിൽ കാർത്തികയ്ക്ക് ജീവനാംശവും ഡിവോഴ്സും കൊടുക്കണം. അതെ, ജഡ്ജി മാഡം അത് തന്നെയാ പറഞ്ഞത്. അതുമാത്രമല്ല ചേച്ചി, അഖിലിന് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കാർത്തിക ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നും അഖിലിനെ സ്നേഹത്തോടെ പരിചരിച്ചില്ലെന്നും പറഞ്ഞു നമുക്ക് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് ജഡ്ജി മാഡത്തിന് അയച്ചു എന്ന് വിചാരിക്കേ. അപ്പൊ എന്ത് സംഭവിക്കും? ഓ, ഓ, അമ്മോ, ഒരു മാസം കഴിഞ്ഞ് കാർത്തികയ്ക്ക് ഡിവോഴ്സ് മാത്രമേ കിട്ടൂ, ജീവനാംശം കിട്ടില്ല. അപ്പോ നമുക്ക് സ്വത്തൊന്നും പിരിച്ചു കൊടുക്കേണ്ടി വരില്ല. ജീവനാംശത്തിനുള്ള കാശൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അടിപൊളി പ്ലാനാ അമ്മേ, വളരെ നന്നായിട്ടുണ്ട്. അയ്യോ, വസുവേട്ടത്തിയുടെ മനസ്സിൽ ഇത്രയും വലിയ ചതിയായിരുന്നോ? പുറത്ത് കാണാൻ സോഫ്റ്റ് ആണെങ്കിലും ആള് കണ്ണിങ് ആണ്. നിനക്ക് ജീവനാംശം കിട്ടാതിരിക്കാൻ വേണ്ടി എന്തു വലിയ പ്ലാനായിട്ടിരിക്കുന്നത് കണ്ടില്ലേ? സ്വത്ത് കൈവിട്ടു പോവാതിരിക്കാൻ എന്തു വലിയ ചതിയാ ചെയ്യുന്നേ. നിനക്ക് ജീവനാംശം തരാതെ വിവാഹമോചനം മാത്രം തന്നിട്ട് നിന്നെ ഉടുത്ത തുണിയാലെ തെരുവിലിറക്കണമെന്നാ വസു പ്ലാൻ ചെയ്യുന്നത്. ശരിയാ മമ്മി, ഭാഗ്യം കൊണ്ട് അവരുടെ പ്ലാൻ നമ്മൾ കേട്ടത് നന്നായി പോയി. ഇല്ലായിരുന്നെങ്കിൽ ജീവനാംശം എനിക്ക് കിട്ടില്ലായിരുന്നു. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? വസുവിന്റെ ചതി എങ്ങനെ തടയും? വസുവേട്ടത്തിക്ക് ഞാൻ ഒരു ചാൻസും കൊടുക്കില്ല. ഈ ഒരു മാസം മുഴുവനും അഖിലിന്റെ അടുത്തിരുന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കും. അഖിലിന് A to Z എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. നിന്നെ കൊണ്ട് പറ്റുമോ ബേബി? നിനക്കിതൊന്നും ശീലമില്ലാത്തതല്ലേ. ജീവനാംശം കിട്ടാൻ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. വ്രതം ഇരുന്നിട്ടായാലും കാര്യം നിറവേറണമെന്നാ പറയാറ്. ഡിവോഴ്സ് കിട്ടിയിട്ടും ജീവനാംശം കിട്ടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? വേഗം ചെന്ന് അഖിലിനോട് മാഗ്നറ്റ് പോലെ ഒട്ടി നിക്ക്. കൂടുതൽ ആലോചിക്കാതെ പോ. പോ. അഖിൽ, അപ്പോഴേക്ക് നീ എണീറ്റായിരുന്നോ? നീ ഇപ്പോഴും ഉറങ്ങുമെന്നാ ഞാൻ വിചാരിച്ചത്. മരുന്ന് കഴിച്ചായിരുന്നോ? ഒരു മിനിറ്റ്, ഇതാ ഈ മരുന്ന് കഴിക്കഖിൽ. എത്ര പ്രാവശ്യം കഴിക്കണം? ഓൾറെഡി എടുത്ത് എനിക്ക് മരുന്ന് തന്നു. ഓ, തന്നായിരുന്നോ? അല്ലേലും എന്താ അഖിൽ ഇത്? നിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ? നിന്നെ നോക്കേണ്ടത് എന്റെ കടമയാണ്. നമുക്കിടയില് വസുവേട്ടത്തി എന്തിനാ? ഇനി ഏട്ടത്തി നിന്റെ അടുത്തേക്ക് വരുന്നെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നെ എന്റെ ഭാര്യ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാ മതി. നീ എന്റെ കാര്യം നോക്കുന്നോ? നടക്കുന്ന കാര്യമെല്ലാം പറയും. അതെന്താ അഖിൽ അങ്ങനെ പറയുന്നേ? എന്തൊക്കെയായാലും നമ്മള് പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ലേ?
നമ്മള് ഭാര്യയും ഭർത്താവും അല്ലേ? ഞാൻ കാരണമല്ലേ നിന്റെ കാല് നിനക്ക് നഷ്ടപ്പെട്ടത്? നിന്നോട് എനിക്ക് അത്രയ്ക്കും സ്നേഹം കാണൂലെന്നാണോ? തപസ് ചെയ്തിട്ടായാലും നിന്റെ കാല് ഞാൻ സുഖപ്പെടുത്തും. എന്റെ സ്നേഹം ഞാൻ തെളിയിച്ചിരിക്കും. പതിയെ സോറി അഖിൽ, ശ്രദ്ധിച്ച് ചെയ്തോളാം. ഇനി മുതല് വേറെ ആരോടും നീ സഹായം ചോദിക്കണ്ട. നിനക്ക് എന്താവശ്യം വന്നാലും ഞാൻ എല്ലാം ചെയ്തു തരാം. ഇനി മുതല് നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലും നിന്നെ നോക്കും. പ്രോമിസ്, പ്രോമിസ്. പെട്ടെന്ന് നിനക്കെന്താ ഇത്ര വലിയൊരു ചേഞ്ച്? പെട്ടെന്നൊരു ചേഞ്ച് ഒന്നുമല്ല. പണ്ട് മുതലേ എനിക്ക് നിന്നോട് സ്നേഹം ഉള്ളതല്ലേ. പക്ഷേ അതെങ്ങനെ പുറത്ത് കാണിക്കണോന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാ. ഇപ്പോഴാ എല്ലാം മനസ്സിലാക്കുന്നത്. സോറി അഖിൽ, ഇത്രയും നാൾ നിന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ചു. ഇനി മുതല് നന്നായിട്ട് നോക്കിക്കൊള്ളാം. ഇല്ലാത്ത പ്രണയത്തിന്റെ പേരില് അഖിലിനെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല വസു. അവരുടെ പ്രണയം സത്യമാണ് ഭാസ്കരേട്ട. ഇന്ന് കാർത്തിക ഒരു കള്ളം പറഞ്ഞാലും നാളെ ഒരു സത്യമായി മാറും അത്. നാടകം കളിച്ച് അവളെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നു. എത്ര നാളാ ഇങ്ങനെ? കാർത്തികയുടെ മനസ്സിലെ പ്രണയം തിരികെ വരുന്നത് വരെ. സോറി. നാടകം കളിച്ചിട്ടായാലും പറ്റിച്ചിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും ശരി, അവര് രണ്ടുപേരെ ഒന്നിപ്പിക്കണം. അതിനുവേണ്ടി എന്ത് പ്ലാൻ ചെയ്യാനും ഞാൻ തയ്യാറാ. 1 മാസത്തിനുള്ളിൽ അവരെ ഒന്നിപ്പിക്കും. അമ്മ വിചാരിച്ച നടത്താൻ പറ്റും അമ്മേ. ഓൾ ദി ബെസ്റ്റ്. എന്റെ രാജയാണല്ലോ വിളിക്കുന്നേ. പറയൂ രാജ, എവിടെയുള്ളത്? നിങ്ങളുടെ വീട്ടിന്റെ വാതിക്കലുണ്ട്. അതിനുള്ളിൽ വന്നോ? ഒരു മിനിറ്റ് നിന്നേ. എവിടെ രാജ? ഇവിടെ. എവിടെ? എന്റെ കണ്ണിൽ എനിക്ക് കാണുന്നില്ലല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കിയേ, അപ്പോ കാണാം. അവിടെ ഒരു സർദാർജി നിൽപ്പുണ്ട്. അത് ഞാൻ തന്നെയാ. നിങ്ങളാണോ അത്? എനിക്ക് ആളെ കണ്ടിട്ട് മനസ്സിലായില്ല രാജ. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ കിടക്കണം. എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇനി ഞാനത് ആലോചിച്ചില്ല രാജ. ഞാനൊരു പ്ലാൻ പറയട്ടെ. ഓക്കെ രാജ.
ഇപ്പൊ കാണിച്ചു തരാം. ഒന്നും സംഭവിച്ചില്ല ബേട്ടി. അനു അയ്യോ അനു ഒന്നും സംഭവിച്ചില്ല ബേട്ട, ഒന്നും സംഭവിച്ചില്ല, ഭയപ്പെടാതെ. അനു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എന്ത് പറ്റി അനു? ഒന്നും പറ്റിയില്ല അമ്മേ, ജസ്റ്റ് സ്ലിപ്പായതാ. പക്ഷെ വീഴുന്നതിന് മുമ്പേ ആ അങ്കിള് വന്ന് പിടിച്ചായിരുന്നു. ഇയാളാരാ? അനു ഓടി കളിച്ചോണ്ടിരുന്നപ്പോ താഴെ വീഴാൻ പോയി. ഈ ആള് ദൈവത്തെ പോലെ വന്ന് രക്ഷിച്ചു. സത്യോ വസു? ഇങ്ങ് വാ അനു. മുറിവ് എന്തെങ്കിലും പറ്റിയോ അനു? പാവം, ഇയാള് വേഗം ഓടി വന്ന് അനുവിനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അനുവിന് വലിയ മുറിവുണ്ടായേനെ. ഞാൻ കണ്ടോണ്ട് നിൽക്കായിരുന്നല്ലോ. ഇളയമ്മ എന്തിനാ കണ്ടോണ്ട് മിണ്ടാതിരുന്നേ? ഒന്ന് അവളെ പോയി പിടിച്ചൂടായിരുന്നോ? അത് ഞാൻ അവിടെയാ നിന്നത്, പക്ഷെ അനു ഇവിടെയാ നിന്നത്. പാവം, ഇയാളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അനുവിന് വലിയ ആപത്തായിരുന്നു സംഭവിക്കുക. അങ്ങനെ വലുതായിട്ടൊന്നും സംഭവിക്കില്ലായിരുന്നു. അമ്മൂമ്മയുടെ കാല് തട്ടിയാണ് ഞാൻ വീഴാൻ പോയത്. അത് എന്തെങ്കിലും തടിക്കഷ്ണായിരിക്കും. ടെൻഷനിൽ എന്റെ കാലാണെന്ന് തോന്നിയതാ. ഭാഗ്യത്തിന് ഇയാള് വന്നില്ലായിരുന്നെങ്കിൽ അനുവിന് വലിയ അപകടം സംഭവിച്ചേനെ. എന്തിനാ വീണ്ടും വീണ്ടും ഇയാളെ കുറിച്ച് പറയുന്നേ? അത് നല്ല കാര്യല്ലേ ചെയ്തിരിക്കുന്നേ. ആര് ചെയ്താലോ അത് പറയണ്ടേ? നിങ്ങളാരാ മനസ്സിലായില്ലല്ലോ? അദ്ദേഹം സർദാർജിയാണ് അബി. നിങ്ങളുടെ പേരെന്താ? രാജ. അത് ഇളയമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഇപ്പോഴല്ലേ പറഞ്ഞത്? സർദാർജി ആണെന്ന് പറഞ്ഞിട്ട് രാജു എന്നാണല്ലോ പേര്. അതെ, എന്റെ പേര് യുവരാജ് സിംഗ് സാർ. സർദാർജി എന്ന് പറഞ്ഞിട്ട് മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അച്ഛൻ പഞ്ചാബി, അമ്മ ഈ നാട്ടുകാരിയാ. അങ്ങനെയാ മലയാളം പഠിച്ചത്. സമയത്തിന് വന്ന് നിങ്ങൾ എന്റെ മകളെ രക്ഷിച്ചു. വളരെ നന്ദിയുണ്ട്. സാരമില്ല സാർ. ഞാനൊരു ജോലി അന്വേഷിച്ചു വന്നപ്പോ ബേട്ടി താഴെ വീഴുന്നത് കണ്ടു. ഉടനെ ഞാൻ ഓടി വന്ന് രക്ഷിച്ചു. എന്താ യുവരാജ് സിംഗ്, നിങ്ങൾ ജോലി തേടി വന്നതാണോ? അതെ മേം സാബ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തരാമോ? ക്ഷമിക്കണം സിംഗ്, ഈ വീട്ടില് ജോലിയൊന്നുമില്ല. എന്തുകൊണ്ടില്ല? ഇവിടെ നല്ലൊരു തോട്ടക്കാരന് വേണ്ടേ? ഇളയമ്മ സിംഗിന് അതിന് തോട്ടപ്പണിയൊക്കെ അറിയണ്ടേ? എനിക്ക് എല്ലാ ജോലിയും അറിയാം സാബ്. ഇതുവരെ നിങ്ങൾ എന്ത് ജോലിയാ ചെയ്തിരുന്നത്? ഞാൻ ഇതിനു മുമ്പ് ലോറി ഡ്രൈവറായി ജോലി ചെയ്തു സാബ്. അതിനുശേഷം മെക്കാനിക്കായി ജോലി ചെയ്തു. എനിക്ക് ശമ്പളമൊന്നും വേണ്ട സാബ്. ഞാൻ ഒറ്റത്തടിയാ. എനിക്ക് ആഹാരം മാത്രം തന്നാ മതി. തോട്ടപ്പണി, വീട്ടുജോലി, എന്ത് വേണമെങ്കിലും ചെയ്യാം സാബ്. എല്ലാ ജോലിയും ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് ജോലി കൊടുക്കാം അബി. ഇയാളോട് ഇളയമ്മയ്ക്ക് എന്താ ഇത്ര വലിയ ഇൻട്രസ്റ്റ്? അത് ഒരു സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ ജോലി ചെയ്ത് ജീവിച്ചതല്ലേടാ. അത് ഓർമ്മ വന്നിട്ട് പറഞ്ഞതാ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ജോലിയില്ലെങ്കിൽ കുഴപ്പമില്ല സാർ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചോളാം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം രാജ, വേറെ എങ്ങോട്ടും പോരുത്. പാവം, അയാൾക്ക് വേറെ ആരുമില്ലെന്നാ പറയുന്നേ. നമ്മുടെ വീട്ടിലൊരു ജോലി കൊടുത്താലോ? ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാ ജോലി കൊടുക്കുന്നത് വസു? ഒരു പരിചയമില്ലെങ്കിലും പുള്ളിയുടെ പേരും നാടും അറിയാലോ. മാത്രമല്ല ശമ്പളവും വേണ്ടെന്നാ പറയുന്നേ. അങ്ങനെ ഒരു ജോലിക്കാരൻ നമുക്ക് കിട്ടുമ്പോ ഇവിടെ നിർത്തിയാൽ നമുക്ക് എന്താ കുഴപ്പം? ഓക്കെ, നിങ്ങൾ എൻ്റെ മകളെ രക്ഷിച്ചിരിക്കുക. തോട്ടത്തിലെ വീട്ടിലെയും കാര്യങ്ങൾ നോക്കിക്കോളൂ. ഭക്ഷണം കൂടാതെ ശമ്പളവും തരാം. ഓക്കെ?
വളരെ സന്തോഷം സാബ്. അല്ല, നിങ്ങൾക്ക് ഒരു കുറവും വരുത്തില്ല. ആ എന്താ അല്ലാന്നോ? നിങ്ങൾ ഗുരുനാനാക്കിനല്ലേ പ്രാർത്ഥിക്കുന്നത്? എന്റെ രാജ കുടുങ്ങിയെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ലോറി ഡ്രൈവറായി നാട് മുഴുവൻ ചുറ്റിയതാ മോനെ. എനിക്ക് നാനാക്ക്, അല്ല, രാം, ജീസസ് എല്ലാം ഒരുപോലെയാ. സബ്കാ മാലിക് ഏക് ഹേ. ആ അതെ സർദാർജി, എല്ലാ മതവും തുല്യമാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. എന്താ വസു, സർദാർജി അങ്ങനെ നോക്കുന്നേ? നിങ്ങളെ എവിടെയോ കണ്ട് പരിചയം പോലെ. ആ ആക്ച്വലി എനിക്കും അതേ ഫീലിംഗാണ് വന്നത് വസുന്ധര. എവിടെയാ ബി കണ്ടത്? അതാ എനിക്ക് ഓർമ്മ വരാത്ത ഭാസ്കരേട്ടാ. സിഖുകാരെല്ലാം ഒരേ മുഖഛായ ഉള്ളവരാ മാം. ആ അതെ അതെ, സിഖുകാർക്ക് എല്ലാവർക്കും ഒരേ മുഖഛായ. ഇളയമ്മയ്ക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ എന്താ പഞ്ചാബിൽ പോയിട്ടുണ്ടോ? പഞ്ചാബിലുള്ളവര് ഇങ്ങോട്ടൊക്കെ വരുന്നതല്ലേ, അപ്പൊ കണ്ടിട്ടുണ്ട്. ഓക്കെ രാജു, ഇന്ന് തന്നെ ജോലി ചെയ്ത് തുടങ്ങിക്കോളൂ. താങ്ക്സ് മാം സാം. ഈ വീട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് സർദാർജി അല്ലടാ, കാലനാ. ഞാൻ ചെയ്യാൻ പോകുന്നത് തോട്ടപ്പണിയല്ല, നിങ്ങളുടെ കഴുത്തറക്കുന്ന ജോലിയാ. രാജാ, എന്റെ കണ്ണ വിചാരിച്ചതുപോലെ ഈ വീട്ടിൽ വന്ന് കേറിയല്ലോ. ഈ വീട്ടിലെ തോട്ടക്കാരനായും ഈ സൗന്ദര്യത്തിന് അവകാശിയായും. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇനി മുതൽ രാവും പകലും നമ്മുടെ തീരാത്ത പ്രണയത്തെ നമുക്ക് വലുതാക്കാൻ രാജാ. ശരി, നിങ്ങൾ അകത്തേക്ക് വെക്കുള്ളൂ, ആരെങ്കിലും കാണും. ശരി രാജാ, നിങ്ങൾക്ക് എപ്പോ എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാ മതി. ആ നിമിഷം ഞാൻ എത്തും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. ഈ മരണത്തിന്റെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് വന്ന ജോലി പൂർത്തിയാക്കിയിട്ട് സ്ഥലം വിടാം. അതെ ഏട്ടാ, ഇങ്ങിതാ ഞാൻ കെട്ടിത്തരാം. എടോ, ഞാൻ കെട്ടിക്കോളാം വസു. അതെന്താ, എനിക്ക് ഏട്ടനെ ഒരുക്കാൻ പാടില്ലേ? ഞാനതിന് ഉണ്ണിയൊന്നുമല്ല, ഇങ്ങനെ ഒരുക്കി റെഡിയാക്കി വിടാൻ. ഓഫീസിൽ പോകുന്ന ഭർത്താവിനെ ഒരുക്കി വിടുന്നത് ഭാര്യയ്ക്ക് സന്തോഷമുള്ള കാര്യ. അതെ വസുന്ധര, ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഭാര്യയുടെ കൈകൊണ്ട് തന്നെ ഒരുക്കി വിടുന്നത് ഭർത്താവിന് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ ആനന്ദവും സന്തോഷവുമെല്ലാം അല്പസമയത്തിനുള്ളിൽ അവസാനിക്കാൻ പോവുകയാ. നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ ഇന്ന് ഞാൻ കൊല്ലാൻ പോവുകയാ. എന്നെ അറിയായിരുന്നിട്ടും പിന്നെന്തിനാ ടൈ കെട്ടണ്ടെന്ന് പറഞ്ഞത്? തനിക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് കരുതിയിട്ടാ. ഏട്ടന് സന്തോഷമുള്ള കാര്യത്തില് എനിക്കെങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നേ? തനിക്ക് സന്തോഷമാവെങ്കിൽ എനിക്ക് സന്തോഷം. ഏട്ടനെ ഇങ്ങനെ ദിവസവും നന്നായി ഒരുക്കി ഓഫീസിലേക്ക് അയക്കണം എന്റെ ആഗ്രഹം. എന്നെ ജയിലിൽ അയച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയാണല്ലേ? ഈ സന്തോഷം അധിക സമയം ഉണ്ടാവില്ല. നിങ്ങളുടെ കഥ ഇന്നോടെ ഞാൻ അവസാനിപ്പിക്കും.